106. 106. സാർ, ബഹുമാനപ്പെട്ട ബർസാറച്ച, സ്നേഹമുള്ള അധ്യാപകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ന് 2012 ഡിസംബർ മാസം 21-ാം തീയതി അമേരിക്കയിലെ ഗോത്രവർഗക്കാരായ മായന്മാരുടെ കലണ്ടർ അനുസരിച്ച് ഇന്നാണ് ലോകം അവസാനിക്കേണ്ട ദിവസം. ഇന്ന് 2012 ഡിസംബർ മാസം 21-ാം തീയതി ഈ ന്യൂമാൻ കലാലയത്തെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിൻ്റെ ഒരു പൊൻസി ദിനം. അതെ, നാം ഇന്ന് ഉണ്ണീശോയുടെ തിരുപ്പിറവി ആഘോഷിക്കുകയാണ്. ആദ്യമായി തന്നെ ഏവർക്കും ഈ തിരുപ്പിറവിയുടെയും വരുവാൻ പോകുന്ന പുതുവർഷത്തിൻ്റെയും ആശംസകൾ ഞാൻ ആശംസിക്കുന്നു. എന്താണ് ലോകാവസാനം? ഞാൻ മരിക്കുമ്പോൾ, എൻ്റെ കണ്ണുകൾ എന്നേക്കുമായി അടയുമ്പോൾ എൻ്റെ ലോകാവസാനമായി. നോക്കൂ, ഈ മുറ്റത്ത് നിൽക്കുന്ന ഒരു നാഗലിംഗ വൃക്ഷമുണ്ട്. അതിൽ നിന്നും എല്ലാ മഞ്ഞുകാലത്തും ഇലകൾ താഴേക്ക് പൊഴിഞ്ഞു വീഴും. പൊഴിഞ്ഞു വീഴുമ്പോൾ ആ ഇലയ്ക്ക് ലോകാവസാനമായി. പക്ഷേ അവസാനിക്കാത്തതായി ഒന്നുണ്ട്. അതിൻ്റെ ഉള്ളിലെ തീ, മോട്ടിഫിക്കേഷൻ, ഒരു നിയോഗം. ഒരു വർഷക്കാലം ഈ ലോകത്തിന് മുഴുവൻ തണലേകി ആ വൃക്ഷം. അതുപോലെ തന്നെ വലിയൊരു നിയോഗവുമായി പുൽത്തൊഴുത്തിൽ വന്ന് പിടർന്ന നമ്മുടെ ഉണ്ണീശുവാണ് നമുക്ക് ഇന്ന് മാതൃകയാകേണ്ടത്. ഇന്ന് ക്രിസ്മസിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ടിരിക്കുകയല്ലേ? ഹാപ്പി ക്രിസ്മസ് എന്നുള്ളത് വെറും ഒരു മേരി ക്രിസ്മസ് ആയിരിക്കുകയാണ്. മേരി ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ആഘോഷിക്കുവാനും സന്തോഷിക്കുവാനുമുള്ളൊരവസരം. ആരോ ഒരു ചിന്തകൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, there is no feast without a fast. അതെ, എപ്പോഴും നാം തുടങ്ങേണ്ടത് ഉപവാസത്തിൽ നിന്നായിരിക്കണം, സഹനത്തിൽ നിന്നായിരിക്കണം. സഹനത്തിൽ നിന്ന് തുടങ്ങിയാൽ മാത്രമേ നമുക്ക് പൂർണ്ണതയിലേക്ക് വരുവാൻ സാധിക്കുകയുള്ളൂ. ഈ അവസരത്തിൽ നമുക്ക് ഒരു ലക്ഷ്യത്തിലേക്ക് ചരിക്കാം. ജീവിതത്തിൽ ഒരു മോട്ടിഫിക്കേഷൻ ഉള്ളവരായി തീരാം. വീട്ടിൽ നിന്നും നമ്മെ പൊതിച്ചോറ് കെട്ടി ഈ കോളേജിലേക്ക് അയക്കുന്ന അമ്മയ്ക്കൊരു നിയോഗമുണ്ട്. കാമുകൻ കാമുകിക്ക് നൽകുന്ന ഒരു പൂവിനൊരു നിയോഗമുണ്ട്. കൊഴിഞ്ഞു വീഴുന്ന ഇലകൾക്ക് ഒരു നിയോഗമുണ്ട്. എല്ലാവർക്കും ഒരു നിയോഗമുണ്ടാകണം. അതാണ് ഉണ്ണീശോയ്ക്കും ഉണ്ടായിരുന്ന നിയോഗം. സബർമതി ആശ്രമത്തിൽ വെച്ച് മരിക്കുന്നതിൻ്റെ തലേമാസം ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയിൽ വെച്ച് ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞു, നാളെ ക്രിസ്മസ് ആണ്. ക്രിസ്മസ് ലോകത്തിൻ്റെ ആഘോഷമാണ്. ലോകത്തിലേക്ക് വന്നവനാണ് ക്രിസ്തു. അതിനാൽ ഒരിക്കലും ക്രിസ്ത്യാനികളുടെ മാത്രം ആഘോഷമായ ക്രിസ്മസ് ചുരുങ്ങുന്നില്ല. മറിച്ച് നാം എല്ലാവരുടെയും ആഘോഷമാണ് ക്രിസ്മസ്. സ്നേഹമുള്ളവരെ, ഈ ക്രിസ്മസിനായി നമുക്ക് അണിചേരാം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. ക്രിസ്തുവിനെ പോലെ അനേകരെ നേടാം. എപ്പോഴാണ് നിങ്ങളുടെ ക്രിസ്മസ് അർത്ഥവത്താകുന്നതെന്ന് കാർഡിനൽ ന്യൂമാൻ പറഞ്ഞിട്ടുണ്ട്. അഗതികൾ എന്ന് നിനക്ക് സഹോദരങ്ങളാകുന്നുവോ? അടുത്തു നിൽക്കുന്നവനെ നീ എന്ന് തൊട്ടറിയുന്നുവോ? നിന്റെ മുമ്പിലെ നിഴൽക്കെട്ട്, നിന്റെ വെളിച്ചം മറ്റുള്ളവരിലേക്ക് എന്ന് പകരുന്നുവോ? അന്ന് നിന്റെ ക്രിസ്മസിന് അർത്ഥമുണ്ടാകും, വ്യാപ്തിയുണ്ടാകും. ഒരിക്കൽ കൂടി എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എല്ലാ ടീച്ചേഴ്സിൻ്റെയും ഞങ്ങൾ വിദ്യാർത്ഥികൾ ഓരോരുത്തരുടെയും പേരിൽ ഏവർക്കും ഈ നല്ല തിരുപ്പിറവിയുടെ ആശംസകൾ നേരുന്നു. ഒപ്പം വരുവാനിരിക്കുന്ന പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. Christmas
നിന്നോരിടയന്മാർ ബെത്ലഹേമിൽ